ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. 15,000 രൂപ താഴെ ഒരു നല്ല ഫോൺ എടുക്കാൻ വേണ്ടി നോക്കി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. 15,000 രൂപ താഴെ 14,000, 13,000, 12,000 എല്ലാ പ്രൈസിലും വരുന്ന നല്ല ഫോണുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടാം. 15,000 രൂപ താഴെ ഒരു ഫോൺ നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ, ഉപകാരപ്പെടാൻ സാധിക്കും. സോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫോൺ, ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ സെയിൽ നേടി എല്ലാവരുടെയും നല്ല അഭിപ്രായം നേടിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോണാണ് ഐക്യൂൻ്റെ C10X അല്ലെങ്കിൽ വിവോയുടെ T4X. ഇത് രണ്ടും ഒന്ന് തന്നെ ഏകദേശം. ഇതിൽ ഏതെടുത്താലും കുഴപ്പമില്ല, രണ്ടും ഒരേ ഫോൺ തന്നെ, രണ്ടിൻ്റെ സർവീസും വിവോ തന്നെ. സോ C10Xൻ്റെ പ്രത്യേകത എന്താണ് ഈ പ്രൈസിൽ എന്തുകൊണ്ട് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയമൻസിറ്റി 7300 പ്രോസറാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് നമുക്ക് കിട്ടും. ആ പ്രൈസിന് കിട്ടേണ്ടുന്ന ഏറ്റവും മികച്ച പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ 120 LCD ഡിസ്പ്ലേ ആണ്, 1050 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്, 6GB റാമിൻ്റെ ഓപ്ഷൻ ഉണ്ട്, 50 MP ഒരു നല്ല ക്യാമറ സെറ്റപ്പ് ഉണ്ട്, 6500 mAh ബാറ്ററി ഉണ്ട്, 44 വാട്ട് ചാർജിംഗ് ഉണ്ട്, പിന്നെ IP64 റേറ്റിംഗും സ്റ്റീരിയോ സ്പീക്കറും എല്ലാം ഈ ഒരു പ്രൈസിന് ഐക്യൂ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു സെറ്റപ്പാണ് ഐക്യൂ C10X എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസിനെ സംബന്ധിച്ച്. അപ്പോൾ നല്ലൊരു ഓൾറൗണ്ടർ പ്ലസ് അത്യാവശ്യം ഗെയിം കളിക്കണം വിചാരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരെണ്ണം ചൂസ് ചെയ്യാം. ഇതിൻ്റെ വില 14,000 രൂപ റേഞ്ചിലാണ്. അപ്പോൾ ഈ 14,000 രൂപ റേഞ്ചിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി റാം കൂടുതൽ വേണം. ഇത് 6GB റാമിൻ്റെ ഓപ്ഷനാണ് നമുക്ക് 14,000 രൂപയ്ക്ക് കിട്ടുന്നത്. എന്നാൽ 8GB റാമിൻ്റെ ഓപ്ഷനുള്ള ഒരു മോഡലുണ്ട്. അത് വിവോ ഒന്നുമല്ല, ടെക്നോ ആണ്. ടെക്നോ പോവ 7. ഇത് വന്നിട്ട് 8GB റാം നമുക്ക് 14,200 ചില രൂപയ്ക്ക് കിട്ടും. അതൊരു നല്ല ഓപ്ഷനാണ്. അതിലും ഡയമൻസിറ്റി 7300 പ്രോസർ വരുന്നുണ്ട്, 144 Hz LCD ഡിസ്പ്ലേ വരുന്നുണ്ട്, 6000 mAh ബാറ്ററി വരുന്നുണ്ട്, 45 വാട്ടിൻ്റെ ചാർജർ വരുന്നുണ്ട്, അത്യാവശ്യം ഡീസൻ്റ് ആയ ഒരു ക്യാമറയും വരുന്നുണ്ട്. ഡീസൻ്റ് എന്ന് ഞാൻ പറയുള്ളൂ, നല്ല ക്യാമറ എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ അതിൻ്റെ വീഡിയോ കണ്ടു നോക്കാം, നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട്. ഇതിൻ്റെ ബാക്കിലൊരു ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ഉണ്ട് ക്യാമറയുടെ അവിടെ. സോ അങ്ങനത്തെ ലൈറ്റ് പരിപാടികളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കും ഇഷ്ടപ്പെടാം. ഈ നത്തിങ്ങിൻ്റെയൊക്കെ ഫോണുകൾ കാണുന്ന പോലത്തെ പരിപാടിയാണ്. സോ അപ്പോൾ അത്യാവശ്യം പെർഫോമൻസ് കൂടിയ 8GB റാമുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നുള്ളത് കൊണ്ട് വേണമെങ്കിൽ ഇത് പരിഗണിക്കാം. പെർഫോമൻസ് ആ ഐക്യൂവിൻ്റെ റേഞ്ച് തന്നെയാണ്, ഡയമൻസിറ്റി 7300 തന്നെയാണ്. സോ അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് ഗെയിമിങ്ങിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഒരു ഓൾറൗണ്ടർ ഫോൺ നോക്കുന്നവർക്ക് വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുന്ന രണ്ട് ഫോണുകൾ. ഗെയിം അല്ലെങ്കിൽ ഓൾറൗണ്ടർ നോക്കുന്നവർ ചൂസ് ചെയ്യാം. പിന്നെ എല്ലാവരും ഞാൻ ഈ പറയുന്ന എല്ലാ ഫോണുകളും ഡീറ്റെയിൽ വീഡിയോ കണ്ടു നോക്കി നിങ്ങൾക്ക് പറ്റിയതാണെന്ന് ഉറപ്പിച്ചിട്ട് മാത്രം എടുക്കുക കേട്ടോ. ഞാൻ ഏതെങ്കിലും ഫോണൊക്കെ നല്ലതാണെന്ന് ഞാൻ ഇവിടെ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് എല്ലാവരും കമൻറ്റ് കൂടി നോക്കി പോയി. അപ്പോൾ നല്ല ഏതെങ്കിലും ഫോൺ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ ഞാൻ മാക്സിമം നല്ലതൊക്കെ സെലക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടെണ്ണം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. ഇനി ഗെയിമിംഗ് അല്ല, നമുക്ക് ഒരു നല്ല ഓൾറൗണ്ടർ ഫോൺ, പക്ഷേ ബഡ്ജറ്റ് 14,000 ഒന്നുമില്ല, ഒരു 12,000 രൂപ റേഞ്ചിലൊക്കെ ഉള്ളുവെങ്കിൽ നമുക്കവിടെ പോക്കോ ആണ് ഏറ്റവും നല്ല ഓപ്ഷൻ. പോക്കോ M7 Pro വന്നിട്ട് അത്യാവശ്യം എല്ലാ ഘടകങ്ങളും കൂടി ചേരുന്നൊരു ഫോണാണ്. 12 സംതിങ് വിലയും വരുന്നുള്ളൂ. ഇതിൽ ഡയമൻസിറ്റി 7025 അൾട്രാ എന്ന് പറയുന്ന പ്രോസറാണ്, 6GB റാമിൻ്റെ ഓപ്ഷൻ നമുക്ക് കിട്ടും, 120 Hz ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്, Gorilla Glass 5 പ്രൊട്ടക്ഷൻ ഉണ്ട്, 50 MP ക്യാമറ സെറ്റപ്പാണ്, ഫ്രണ്ട് ക്യാമറ 20 മെഗാപിക്സലാണ്, 5110 mAh ബാറ്ററി, 45 വാട്ട് ചാർജിങ്. ഇങ്ങനെ ടോട്ടലി പോക്കോ M7 Pro ഒരു നല്ല ഫോണാണ്. 12 സംതിങ് ബഡ്ജറ്റുള്ള ഓൾറൗണ്ടർ എല്ലാ ഘടകങ്ങളും കൂടി ചേരണമെങ്കിൽ ഇതാണ് നല്ല ഓപ്ഷൻ. അപ്പോൾ ആ പ്രൈസിന് പോക്കോ M7 Pro. ഇനി നിങ്ങൾക്ക് നല്ല ഡ്യൂറബിലിറ്റി ഉള്ളൊരു ഫോൺ, അതായത് താഴെ വീണാലും പെട്ടെന്ന് പൊട്ടരുത്, അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. നിങ്ങൾ കേസ് ഇട്ടാലും ചില ഫോണൊക്കെ താഴെ വീണും പൊട്ടാറുണ്ടല്ലോ, ചിലതല്ല മിക്കവാറും എല്ലാ ഫോണും പൊട്ടാറൊക്കെ ഉണ്ട്. എന്തായാലും ഡ്യൂറബിലിറ്റി കൂടിയ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ, പൊട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് സ്റ്റിൽ ഞാൻ താഴെ ഇട്ടൊക്കെ നോക്കി, എൻ്റെ പോരുന്ന ഫോണൊക്കെ താഴെ ഇട്ട് നോക്കി ഞാൻ പൊട്ടുമെന്ന് പറയാൻ വേണ്ടി. പൊട്ടാണ്ടിരുന്ന നല്ല സ്ട്രോങ് ആയൊരു ഫോണാണ് ഓപ്പോയുടെ K13X. ഡ്യൂറബിലിറ്റി ആണ് ഇതിൻ്റെ മെയിൻ. ഈ ഒരു ഫോണിൽ ഡയമൻസിറ്റി 6300 പ്രോസറാണ് വരുന്നത്, LCD ഡിസ്പ്ലേ ആണ്, HD പ്ലസ് ഡിസ്പ്ലേ ഉള്ളൂ, 1000 Hz ബ്രൈറ്റ്നസ് ആണ്, 50 MP ക്യാമറ സെറ്റപ്പാണ്, 8 MP ആണ് സെൽഫി ക്യാമറ, 6000 mAh ബാറ്ററി, 45 വാട്ട് ചാർജിങ്. 13 സംതിങ് ആണ് ഇതിൻ്റെ വില വരുന്നത്, പക്ഷേ അത് 4GB റാമിനാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഡ്യൂറബിലിറ്റി ഉള്ളൊരു ഫോൺ തന്നെ വേണം, ബാക്കിയുള്ളതൊക്കെ കോംപ്രമൈസ് ആയാലും കുഴപ്പമില്ല എന്നുള്ള പറഞ്ഞാൽ മാത്രം ഇത് നോക്കുക. ഇതിൻ്റെ തന്നെ 4GB എടുക്കേണ്ട എന്തായാലും നിങ്ങൾ 6GB, 13 ഉള്ളത് 14, 15 കൊടുത്തിട്ട് നിങ്ങൾ ആ 6GB വേരിയൻ്റ് എടുക്കുക. നല്ല ഡ്യൂറബിലിറ്റി ഉള്ള ഫോണാണ്. ബാക്കിയുള്ള ഘടകങ്ങളൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ടു നോക്കിയിട്ട് മനസ്സിലാക്കുക. നല്ല ഫോണൊക്കെയാണ്, പക്ഷേ ആ വിലയ്ക്കുള്ള ഓവറോൾ സെറ്റപ്പ് ഇല്ല. ഡ്യൂറബിലിറ്റി മെയിനായിട്ട് കരുതുന്നവർക്ക് എല്ലാ നോർമൽ യൂസ് ആണെങ്കിൽ ഒന്നും നോക്കാനില്ല. അത്യാവശ്യം ഡ്യൂറബിളായ ഒരു ഫോൺ സാധാരണ യൂസിന് അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. ഗെയിമിങ്ങിനൊന്നും നോക്കരുത്, ഗെയിമിങ്ങിനൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ ഫോണാണ്. ഇനി ഒരു ഓൾറൗണ്ടർ ഫോൺ 15,000 താഴെ കുറേ നാളായിട്ട് ഓൾറൗണ്ടറായിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം ഉണ്ട്, റിയൽമിയുടെ P3. ഇത് ഒരു നല്ല ഓൾറൗണ്ടറാണ്. ഇതിനകത്ത് 6 Gen 4 പ്രോസറാണ് വരുന്നത്, സ്നാപ്ഡ്രാഗൺ. അതേപോലെ 6.67 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ ഉണ്ട്, 120 Hz 50 MP ക്യാമറ സെറ്റപ്പ് ഉണ്ട്, 4K വീഡിയോ റെക്കോർഡ് ചെയ്യാം, 16 MP സെൽഫി ക്യാമറ വരുന്നുണ്ട്, 6000 mAh ബാറ്ററി, 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ആയിട്ട് നമുക്ക് 15,990 ഓഫർ. മിക്കവാറും 14,990 കിട്ടാറുണ്ട്, 14,990, 6GB ഓപ്ഷനുമാണ്. സോ ഒരു നല്ല ഫോൺ, നമുക്ക് 15,000 രൂപയ്ക്ക് ഒരു നല്ല ഫോൺ തന്നെ വേണം എന്നുള്ളവർക്ക് അത്യാവശ്യം എല്ലാ സെറ്റപ്പും ഗംഭീരമായിട്ട് വേണമെങ്കിൽ P3 തന്നെ നോക്കുക. P3 അടിപൊളിയാണ്, പക്ഷേ 15 രൂപയാണ് ബഡ്ജറ്റ്. മറ്റേതൊക്കെ 14, 12 അങ്ങനെയൊക്കെയാണ് വന്നത്. ഇത് 15 രൂപ, 15,990 ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് ഓഫർ ഇല്ലെങ്കിൽ, ബട്ട് അതിനുള്ളതുണ്ട്. അതായത് AMOLED ഡിസ്പ്ലേയും 4K റെക്കോർഡിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്തിരി കൂടി ബെറ്ററാണ്. 15 രൂപ ഒക്കെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ റിയൽമി P3 ആണ് നോക്കേണ്ടത്. വിശദമായ വീഡിയോ കണ്ടു നോക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു ഐറ്റം പറയാനുള്ളത് സാംസങ്ങിൻ്റെ M36 ആണ്. അതായത് സാംസങ് ഫോൺ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു കാറ്റഗറിയാണ്. അപ്പോൾ സാംസങ്ങിൻ്റെ ഫോൺ പറയാണ്ട് ഒരു ബെസ്റ്റ് ഫോൺസ് കടന്നു പോകാൻ പറ്റില്ലല്ലോ.
ഇതിൽ M36, F36 ഈ രണ്ട് ഫോണിൽ ഏതെടുത്താലും കുഴപ്പമില്ല, രണ്ടും അടിപൊളിയാണ്. ഇതിനകത്ത് Exynos 1380 പ്രോസസർ വരുന്നത്. സൂപ്പർ AMOLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ഫുൾ HD പ്ലസ് സൂപ്പർ AMOLED ഡിസ്പ്ലേ 120 ഹെർട്സിൻ്റെയാണ്. ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. 50 MB ക്യാമറ സെറ്റപ്പാണ്. 4K റെക്കോർഡിംഗ് ഉണ്ട്. 5000 mAh ബാറ്ററിയാണ്. ചാർജർ പിന്നെ കൂടെ വരാറില്ല, ഇപ്പോൾ സാംസങ് പരിപാടിയൊക്കെ നിർത്തിയല്ലോ, അപ്പോൾ അതുകൊണ്ട് ചാർജർ ഉണ്ടാവില്ല. ബട്ട് എന്നാലും സാംസങ്ങിൻ്റെ One UI നൈസ് UI ആണ്. സാംസങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാം. അത്യാവശ്യം നല്ല ക്യാമറയും എല്ലാ ഘടകങ്ങളും ഈ ഫോണിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും സാംസങ് ഫോൺ ഇഷ്ടമുള്ളവരാണെങ്കിൽ M36 തന്നെ, അല്ലെങ്കിൽ F36 ഫ്ലിപ്കാർട്ടിൽ നിന്നാണെങ്കിൽ F36, ആമസോണിൽ നിന്ന് വാങ്ങിക്കുന്നെങ്കിൽ M36. ഷോപ്പിൽ നിന്ന് കിട്ടില്ല, അത് ഓൺലൈനാണ്. ഷോപ്പിൽ നിന്ന് ഇപ്പോൾ കൊടുക്കുന്നുണ്ടോ എന്നറിയില്ല, ഷോപ്പിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കുക കടകളിലൊക്കെ പോയിട്ട്, ചിലപ്പോൾ അവർ വാങ്ങിച്ച് വെച്ചിട്ടെങ്കിലും കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ M series, M36 അല്ലെങ്കിൽ F36 സാംസങ് ഫാൻസിന്. സോ ഇത്രയുമാണ് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും നല്ലതായിട്ടുള്ള ഫോണുകൾ. ഞാനൊന്ന് പരിശോധിച്ചതിൽ കണ്ട ഏറ്റവും നല്ല ഫോണുകൾ ഞാൻ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഏതെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും കമൻറ്റൊക്കെ ഒന്ന് നോക്കുക. ഒബിയസ്ലി സംഭവിക്കാം, ഹ്യൂമൻ എറർ. അപ്പോൾ അത്രയുമാണ് ബെസ്റ്റ് ഫോൺസ് അണ്ടർ 15,000 ഒരു വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലെ മറ്റുള്ള ബെസ്റ്റ് ഫോൺസ് അണ്ടർ 20,000 അങ്ങനെയുള്ള ഫോണുകളുടെ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. സോ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.